എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ പുതിയ UDF സർക്കാരിന്റെ മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. സംസ്ഥാനത്ത് മെയ് മാസ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 1070 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഈ രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആദ്യം സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പ് അറിയിപ്പാണ്. മുഖ്യമന്ത്രി VD സതീശന് ധനകാര്യവും പൊതുഭരണവും, തുറമുഖം, നിയമം, സയൻസ് ആൻഡ് ടെക്നോളജി, ലോട്ടറി എന്നീ വകുപ്പുകൾ കൂടിയുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം, IT വകുപ്പുകളും, രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ്, കയർ എന്നീ വകുപ്പുകളുമാണ്. സണ്ണി ജോസഫിന് വൈദ്യുതി, പാർലമെന്റ് കാര്യം, പരിസ്ഥിതി എന്നീ വകുപ്പുകളും, K മുരളീധരന് ആരോഗ്യം, ദേവസ്വം എന്നീ വകുപ്പുകളുമാണ്. മോൻസ് ജോസഫ് ജലവിഭവം, ഷിബു ബേബി ജോൺ വനം വകുപ്പ്, അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, CP ജോൺ ഗതാഗതം, AP അനിൽകുമാർ റവന്യൂ, N ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നീ വകുപ്പുകളും, PC വിശ്വനാഥിന് ടൂറിസവും സാംസ്കാരിക വകുപ്പുമാണ്. റോജി M ജോണിന് ഉന്നത വിദ്യാഭ്യാസവും, ബിന്ദു കൃഷ്ണക്ക് തൊഴിൽ, വനിതാ ശിശുക്ഷേമവും, M ലിജുവിന് എക്സൈസ് സഹകരണ വകുപ്പുകളുമാണ്. KM ഷാജിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുക. PK ബഷീർ പൊതുമരാമത്തും, VE അബ്ദുൽ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പുകളും, T സിദ്ദീഖ് കൃഷി വകുപ്പും, KA തുളസി പിന്നോക്കക്ഷേമവും, OJ ജനീഷ് യുവജനക്ഷേമം, കായികം, ആർക്കിയോളജി എന്നീ വകുപ്പുകളും കൈകാര്യം ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ തന്നെ ക്ഷേമ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട്. 1070 കോടി രൂപയാണ് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിട്ടുള്ള VD സതീശൻ അനുവദിച്ചിട്ടുള്ളത്. തുക അനുവദിക്കുകയും 25-ാം തീയതി മുതൽ വിതരണം തുടങ്ങും എന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ്. ഇതിൽ 26.46 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 25-ാം തീയതി വൈകുന്നേരം മുതൽ 2000 രൂപ ക്രെഡിറ്റ് ആയി തുടങ്ങും. 2 ദിവസത്തെ താമസത്തിന് ശേഷം സർവീസ് സഹകരണ സംഘങ്ങൾ മുഖേന വീടുകളിലും പെൻഷൻ വിതരണം തുടങ്ങും. ജൂൺ 5 ആകുമ്പോഴേക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ, അതായത് സാധാരണത്തെ രീതിയിൽ തന്നെയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. പല ആളുകളും പല പ്രചരണങ്ങളും ഉണ്ടായിരുന്നു, UDF അധികാരത്തിൽ വന്നാൽ പിന്നീട് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല എന്നൊക്കെ. അപ്പോൾ കഴിഞ്ഞ LDF സർക്കാർ തന്നെ മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു എങ്കിലും, അതായത് മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും പെൻഷൻ അതാത് മാസങ്ങളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവ് ഇറക്കിയിരുന്നു എങ്കിലും തുക അനുവദിച്ചിരുന്നില്ല. അപ്പോൾ മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുകയാണ് ഇപ്പോൾ പുതിയ സർക്കാർ ആദ്യ പെൻഷൻ ഉത്തരവായും കൊണ്ട് ഇറക്കിയിട്ടുള്ളത്. 1070 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ വിതരണമാണ് 25-ാം തീയതി മുതൽ ആരംഭിക്കുന്നത്. പ്രവാസി പെൻഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ, ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. അതൊക്കെ ലഭിക്കുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.